والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സകലമായ മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, സ്നേഹഭാജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സർവോപരി നമ്മുടെ ഗുരുവര്യന്മാർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാണ്. അവർക്കെല്ലാം അല്ലാഹു തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാണ്. നമ്മുടെ കൂട്ടത്തിൽ വേദനിക്കുന്ന, വിഷമിക്കുന്ന, രോഗം കൊണ്ട്, മറ്റു പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാണ്. ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ, ടെസ്റ്റിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള മാരകമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും സിഹ്ഹത്തും നൽകുമാറാണ്. സഹോദരൻ, ഹിജ്റ 7-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഖുറൈശികളുമായ ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. ഹുദൈബിയ സന്ധി എന്ന്. ഈ സമയത്ത് സന്ധിയിൽ ഏർപ്പെട്ട്, യുദ്ധമില്ല, കരാറിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് ഏതാനും സഹാബികൾക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൊടുത്തിട്ട് അവരെ ദൂതന്മാരായി പറഞ്ഞു. രണ്ടാമത് അതേ വർഷത്തിൽ തന്നെ മറ്റൊരു സംഘത്തെ ഖൈബറിലേക്ക്, ജൂതന്മാരിലേക്ക്, ഖൈബറിലേക്ക് പറഞ്ഞു. ജൂതന്മാരുടെ കോട്ടകൾ കീഴടക്കാൻ. അങ്ങനെ ജൂതന്മാരെ യുദ്ധത്തിലൂടെ ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ഉപരോധത്തിന്റെയും പോരാട്ടത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സമരത്തിലൂടെ അവരെ കീഴടക്കി. അവരുടെ കൃഷിഭൂമികൾ പിടിച്ചെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വേദഗ്രന്ഥമൊക്കെ, തൗറാത്തിന്റെ കോപ്പികളൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഇസ്ലാം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വകവെച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അപ്പൊ അവിടെ നിന്നും ആ കൃഷിഭൂമി പിടിച്ചെടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അതിലെ ഒരു വിഹിതം ഇസ്ലാമിക ഭരണകൂടത്തിന് തിരിച്ചടയ്ക്കണം, അതിന്റെ കാർഷിക ആദായത്തിന്റെ ഒരു വിഹിതം എന്ന നിബന്ധന വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് ഇതിന്റെ ഈ നികുതി പിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു
ഖൈബറിലെ ജൂത നേതാക്കന്മാരുടെ മുമ്പിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്യോഗസ്ഥനായി. അപ്പോ അവരിൽ ഏതാനും ആളുകൾ ഇദ്ദേഹത്തിന് സ്വർണ്ണാഭരണങ്ങളും പാരിതോഷികങ്ങളും കൊടുത്തിട്ട് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു, കൈക്കൂലി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ വരുന്നത് സൃഷ്ടികളിൽ അത്യുത്തമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന്. ആ നബി ആകട്ടെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ. ഞാൻ വന്നിരിക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ അടുക്കലേക്കാണ്. നിങ്ങൾ എനിക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു ജനതയാണ്, അക്രമങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ. പക്ഷേ ആ നബിയോടുള്ള എന്റെ സ്നേഹമോ നിങ്ങളോടുള്ള വെറുപ്പോ നിങ്ങളോട് അനീതി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. നിങ്ങൾ ഇപ്പോ എന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കൈക്കൂലി, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാലിന്യമാണ്, ഞാനത് പൂജിക്കുകയില്ല. സഹോദരൻ, അപ്പൊ ആ ജനത പറഞ്ഞ വേദ സംസ്കാരം കുറച്ചൊക്കെയുള്ള സമൂഹം പറഞ്ഞു, ഈ ഒരു നിലപാട് കൊണ്ടാണ് ഈ ആകാശഭൂമികളൊക്കെ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, അതിനാധാരമായ നീതിയുടെ പരിപാലനം, അതിന്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു ജനതയാണ്. നിങ്ങൾ നോക്കൂ, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന കാലം, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്ത്, ഉത്തരവാദിത്ത ബോധം, നീതിബോധം ഇത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സമയം. അന്ന് അവിടെ നടന്ന ഒരു സംഭവമുണ്ട്. യമനിലെ സുവൈദ് ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ മക്കയിൽ വ്യാപാരിയായി വന്ന, ഒരു കച്ചവടക്കാരനായി വന്ന അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളൊക്കെ ആളുകൾക്ക് വിറ്റു. ഖുറൈശികളിൽപ്പെട്ട ആസിബ് ബിൻ വായിൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങി. പക്ഷെ കാശ് കൊടുത്തില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ടും കാശ് കിട്ടാതായപ്പോൾ ഈ പാവപ്പെട്ട യമനിൽ നിന്ന് വന്ന ഈ കച്ചവടക്കാരൻ ആകെ സങ്കടത്തിലായി, വിഷമത്തിലായി. ആരോട് പറയാൻ? തന്റെ ബന്ധുക്കളാരും ഇവിടെ ഇല്ല, തന്റെ ഗോത്ര വിഭാഗങ്ങൾ ആരുമില്ല. ആരോടാണ് സമാധാനം ചോദിക്കേണ്ടത്? അദ്ദേഹം അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറി നിന്നിട്ട് അത്യുച്ചത്തിൽ അറബിയിൽ ഒരു കവിത പാടിക്കൊണ്ട് തന്റെ ആവലാതി ബോധിപ്പിച്ചു. അന്യനാട്ടുകാരനായ ഒരു സഹോദരൻ വ്യാപാരിയായി ഈ നാട്ടിൽ വന്ന് നിങ്ങൾക്കിടയിൽ കച്ചവടം നടത്തി നീതിപരമായി. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ചില ആളുകൾ എനിക്ക് നിഷേധിച്ചിരിക്കുകയാണ്. നീതി വാങ്ങിത്തരാൻ നിങ്ങളിൽ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സുകളെ ഇളക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ സമയത്ത് മക്കയിലെ ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട കുറെ ചെറുപ്പക്കാർ സംഘടിച്ചു, നീതിബോധം ഉണർന്നു. ഇത് ഗോത്രപക്ഷപാതിത്വത്തിന്റെ പേരിലും അതേപോലെ തന്നെ പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും ഒരു മനുഷ്യന് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. അല്ലാഹു തആല മനുഷ്യ മനസ്സിൽ അന്തർലീനമാക്കിയിരുന്ന നീതിബോധമായി യുവാക്കളുടെ മനസ്സിൽ കുറിച്ചു. അവർ എഴുന്നേറ്റു. അക്കൂട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 20 വയസ്സുകാരനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പോയി കഅബയുടെ മുമ്പിൽ നിന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. അവർ നേരെ പോയി അവർ കൂടിയാലോചിച്ചു ഇതിനെപ്പറ്റി. നേരെ ചെന്ന് അവിടെ പോയിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിലേക്ക് പോയി. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിലേക്ക് പോയി അവർ പരസ്പരം ചർച്ച ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരാൾക്കും ഇനി നാട്ടുകാരനാവട്ടെ, അന്യ നാട്ടുകാരനാവട്ടെ, സ്വന്തം ഗോത്രക്കാരനാകട്ടെ, അന്യ
അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, നീതി നിഷേധിക്കപ്പെട്ടാൽ അത് തിരിച്ചു പിടിച്ചു വാങ്ങി കൊടുക്കുന്നവരെ നമ്മൾ അവരോട് പോരാടും എന്ന് പ്രതിജ്ഞ ചെയ്തു. അതിന്റെ അടിസ്ഥാന അബ്ദുല്ലാഹിബ്നു ജദ്ആന്റെ വീട്ടിൽ നിന്നിട്ട് ആ പ്രതിജ്ഞ ചെയ്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് നേരെ പോയി ആസിം ബിൻ വാഇലിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, ആ മതേതര സംഘം ഇസ്ലാമിന്റെ പേരിലുള്ള ദഅവത്ത് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നീതിബോധമുള്ള ചെറുപ്പക്കാരൻ മാത്രമാണ്. നാട്ടിൽ നീതിബോധമുള്ള വ്യത്യസ്ത ബഹുദൈവ ആരാധകർ കൂടിയായിട്ടുള്ള നീതിബോധമുള്ള ചെറുപ്പക്കാരൻ. അവർ ഒരു മതേതരത്വത്തിന്റെ പേരിലാണ്, ഒരു മതത്തിന്റെ പേരിലല്ല. പക്ഷേ അടിസ്ഥാനപരമായ മനുഷ്യന്റെ മൂല്യം, അതിന്റെ പേരിൽ അവർ ഒത്തുചേർന്നു, ഒരു സംഘടിത പ്രസ്ഥാനമായി മാറി. അവർ ആസിബിന്റെ വായിലെ തിരക്കി ചെന്നു, വീട്ടിൽ മുട്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആളുകൾ ഇദ്ദേഹത്തിന് ഇന്നതുപോലെ കൊടുക്കാനുണ്ടോ? എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കണം, അയാളുടെ പക്ഷത്താണ് നീതി എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുകയും അദ്ദേഹം നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം മുഴുവൻ എടുത്തു കൊടുക്കുകയും ചെയ്ത സംഭവം. ഇതിന്റെ പേരിൽ ഇത് ദീർഘമായി ചരിത്രത്തിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു നീതി പ്രസ്ഥാനം, ഇത് ചരിത്രത്തിൽ എപ്പാടും ഇതിന്റെ തുടർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 10-13 കൊല്ലം മക്കയിൽ പ്രവർത്തിച്ചു. പിന്നെ മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുകയാണ്, അന്ന് നമ്മൾ അബ്ദുല്ലാഹിബ്നു ജദ്ആന്റെ വീട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ആ ഒരു നീതി പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള ആ നീതി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, നീതിക്ക് വേണ്ടി പോരാടും എന്ന് പറഞ്ഞ ആ പ്രതിജ്ഞ, അതിനെ ഞാൻ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറിനേക്കാൾ അന്ന് അറബികൾക്ക് പ്രിയങ്കരം. അതിനേക്കാൾ ഞാൻ വിലമതിക്കുന്നു. ഇസ്ലാമിലായി ഇങ്ങനെ ഒരു കരാറിൽ എന്നെ ക്ഷണിച്ചാൽ അതില്ല അജബത്തുള്ളൂ, ഞാൻ അതിന് ഉത്തരം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ചാലും ഇസ്ലാം അവതരിക്കപ്പെടുന്നതിന് മുമ്പും ഇസ്ലാം അവതരിച്ചതിന് ശേഷവും ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മനുഷ്യരുടെ മനസ്സകങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു നീതിബോധമുണ്ട്. ആ നീതിബോധം എല്ലാ കാലഘട്ടത്തിലും നിലനിന്നേ മതിയാവുകയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ ഈ സംഭവങ്ങൾ പറയാനുള്ള കാരണം, നമ്മുടെ സമൂഹം ആവർത്തിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളും അവകാശ നിഷേധങ്ങളുമുണ്ട്. അതിന്റെ മുമ്പിൽ നമ്മൾ സോറി ഫിഗറായി നിൽക്കുകയാണ്, വെറും വട്ടപൂജ്യമായി നിൽക്കുന്ന അവസ്ഥയിൽ. നമുക്ക് ഒരു മുസ്ലിം സമുദായം എന്ന നിലയിൽ നമുക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ഭരണരംഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൂടെ. അതേപോലെ തന്നെ നമുക്ക് സമുദായ നേതാക്കന്മാരുണ്ട്, സമൂഹത്തിൽ സ്വാധീനമുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് വേണ്ടിയുള്ള നീതിയുടെ ഭാഗത്ത് നിന്ന് ശബ്ദിക്കേണ്ടിടത്ത് നമുക്ക് പതർച്ചകൾ സംഭവിച്ചു പോകും. നമുക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടിടത്ത് നമുക്ക് പതർച്ചകൾ സംഭവിച്ചു പോകും. അതിനൊരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വഖഫ് ഭൂമിയുടെ പ്രശ്നം, മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം. ഇതിപ്പോ പറയാനുള്ള കാരണമുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുനമ്പം വഖഫ് ഭൂമി, അതിനെ മുനമ്പം ഭൂമിയെ അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു വഖഫ് ബോർഡ്. അത് ഞങ്ങൾ അധികാരമേൽക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവർ ഞങ്ങൾക്ക് തന്ന ഒരു 8ന്റെ പണിയാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തത് കാരണം അവിടെ മുനമ്പത്തെ വഖഫ് ഭൂമി, ആ വഖഫ് ഭൂമിയിൽ ഇപ്പോൾ താമസിക്കുന്ന നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾ കയ്യേറ്റക്കാരായി മാറും. ഇത് രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതേപോലെ തന്നെ അത് മുതലെടുത്തു വരുന്ന സംഘപരിവാറിനേക്ക് വർഗീയമായ മുതലെടുപ്പിനുള്ള ശ്രമമാണ്.
അദ്ദേഹത്തിന്റെ കക്ഷിയോ രാഷ്ട്രീയ പാർട്ടിയോ അതിന് നമുക്ക് അവർക്ക് ഒപ്പം നിൽക്കാം, വിയോജിച്ച് നിൽക്കാം, എന്തോ ആയിപ്പോകും. പക്ഷെ ഇവിടെ ഈ പ്രസ്താവന നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു പ്രശ്നം എന്താണ്? അപ്പൊ മുഖ്യമന്ത്രി മുനമ്പം വഖഫ് ഭൂമി എന്ന പേരിലുള്ള ആ വിവാദ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വഖഫിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരാൾ ഒരു ഭൂമിയോ ഒരു വസ്തുവോ ഒരു സാധനമോ ഒക്കെ വഖഫ് ചെയ്താൽ അത് ഖിയാമത്ത് നാൾ വരെയും അത് വഖഫ് തന്നെയായിരിക്കും. അതിനെ വിൽക്കാൻ പാടില്ല, അതിനെ കൈമാറാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ അനീതിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരീഅത്തിനെ ബാധിക്കുന്ന വിഷയത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്കതിന്റെ ന്യായവശം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണ് അതിന്റെ വസ്തുത എന്ന് നമുക്ക് പരിശോധിച്ചു. 1911 തിരുവിതാംകൂർ രാജാവ് സത്താർ സേട്ടിന് 439 ഏക്കർ 68 സെന്റ് പാട്ടത്തിന് നൽകി കൃഷി നടത്താൻ കാർഷികമായ ആവശ്യത്തിന് വേണ്ടി കൊടുത്തത്. അദ്ദേഹം കുറെ കാലം അത് കൃഷി നടത്തി, 19 വർഷം കൃഷി നടത്തി. അവസാനം പിന്നീട് 1944 രാജാവിന്റെ കൽപ്പന പ്രകാരം പരവൂർ തഹസിൽദാർ അതിന് പട്ടയം നൽകാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് പട്ടയം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. 2553 നമ്പർ LR പട്ടയം, ലാൻഡ് റവന്യൂ പട്ടയം അതിന് നൽകി. അദ്ദേഹമാകട്ടെ അതിനടയ്ക്കേണ്ട കൊടുക്കേണ്ട തുകയെല്ലാം ഒടുക്കി പോക്കുവരവ് ചെയ്യിച്ച് തണ്ടപ്പേരുമെല്ലാം നേടി അതിന്റെ ഇടപാടുകളെല്ലാം ക്ലിയർ ആക്കി. അത് കഴിഞ്ഞ് പിന്നീട് ഈ സ്വത്ത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ നിലനിൽക്കുമ്പോൾ തന്നെ സത്താർ സേട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മകൻ അബ്ദുൽ കരീം മരണപ്പെട്ടു പോയി. 7 മക്കളാണ്. അതില് ഒരാൾ അബ്ദുൽ കരീം, ബാക്കിയുള്ളതൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പൊ ഈ അബ്ദുൽ കരീമിന് സ്വത്തിന്റെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി കിട്ടുമല്ലോ. അപ്പൊ അത് അവർക്കെല്ലാം ഇത് ഓഹരി ചെയ്തു കൊടുത്തു. അബ്ദുൽ കരീമിൽ നിന്ന് പിന്നീട് ആ സ്വത്ത് അദ്ദേഹത്തിന്റെ സഹോദരി ജിംബുബായിക്ക് ലഭിച്ചു. ജിംബുബായി 1948 70 നമ്പർ ഭാഗപത്ര പ്രകാരം 439 ഏക്കർ 68 സെന്റ് ജിംബുബായിക്ക് ലഭിച്ചു. അതിന്റെ പ്രമാണം ചെയ്തു. പിന്നീട് 1948 തന്നെ 875 നമ്പർ ആധാരപ്രകാരം അതിനെ സിദ്ദീഖ് സേട്ട് വിലക്കി. സിദ്ദീഖ് സേട്ട് എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽപ്പെട്ട ആളല്ല, അവരുടെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾ. അങ്ങനെ സിദ്ദീഖ് സേട്ട് ഒരു സമുദായ സ്നേഹിയാണ്. അദ്ദേഹം വിലക്കി വാങ്ങി. വിലക്ക് വാങ്ങിയതിനു ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1950 2115 നമ്പർ ആധാരപ്രകാരം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് അത് വഖഫ് ചെയ്തു. എത്ര? 439 ഏക്കർ 68 സെന്റ് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് അത് വഖഫ് ചെയ്തു. ആ രേഖയിൽ 3 സ്ഥലത്തും ഇത് വഖഫാണ് വഖഫാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. വ്യക്തമായ രേഖ ഇപ്പോഴും കിട്ടും. പിന്നീട് മുനമ്പം വഖഫ് ഭൂമിയിൽ കയ്യേറ്റം ഉണ്ടായപ്പോ ഫാറൂഖ് കോളേജ് പരവൂർ കോടതിയെ സമീപിച്ചു. 1970 8-10 ആളുകൾ കയ്യേറ്റം നടത്തി. അപ്പൊ ആ സമയത്തും പരവൂർ കോടതി പറഞ്ഞത് is a waqf deed, not a gift deed. That is waqf. ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് പരവൂർ കോടതിയും അന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് കോടതി എന്ത് ചെയ്തു? ഇതിനെ ഒരു റിസീവറിനെ നിശ്ചയിച്ചു. അഡ്വക്കേറ്റ് മൈക്കിൾ കൊടുങ്ങല്ലൂർക്കാരൻ. അദ്ദേഹം ഇതിനെ സ്വതന്ത്രമായി അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി.
നേരത്തെ 10 പേരാണ് കയ്യേറ്റം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ 100-ലധികം ആളുകൾ കയ്യേറ്റം ചെയ്തു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വിറ്റുകൊടുക്കാൻ. അപ്പൊ ഇത് അങ്ങനെ 100 കണക്കിന് കയ്യേറ്റക്കാരുണ്ടായി. ഇതിനെതിരെ ഫാറൂഖ് കോളേജ് വീണ്ടും കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ്, അനുകൂലമായ വിധിയാണ് വന്നത്. കയ്യേറ്റക്കാർ എന്നൊക്കെ കേസിന് പോയിട്ടുണ്ടോ അവർക്കൊന്നും ഒരു കോടതിയിൽ നിന്നും അവരുടെ വാദം ശരിയാണ് എന്നുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല, വിധിയും വന്നിട്ടില്ല. കോടതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതല്ല ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ്. അങ്ങനെ വിധി വന്ന പരവൂർ കോടതിയിൽ നിന്ന് രണ്ടാമതും ഇതുപോലെ വിധി വന്നപ്പോൾ വീണ്ടും അവർ ഹൈക്കോർട്ടിലേക്ക് അതിനെ അന്യായം ബോധിപ്പിച്ചു. അപ്പോൾ 1975 വിധി വന്നു. എന്താണ് അത്? പരവൂർ കോടതിയുടെ വിധിയെ ശരിവെച്ചുകൊണ്ട് അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന്. പിന്നീട് കയ്യേറ്റക്കാരിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിലെല്ലാം തന്നെ. എന്നിട്ട് ഇവിടെ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? അവിടെ 600 ആളുകൾ, 600 ആളുകളൊന്നും അവിടെ ഇല്ല, 600 കുടുംബക്കാരൊന്നുമില്ല. ഇത് അതിശോക്തിപരമായി പറയണം. എന്തായാലും 100 കണക്കിന് ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവിടെ ബാറുണ്ട്, ചർച്ചുണ്ട്, ഒരേക്കറിലധികം വരുന്ന ചർച്ചുണ്ട്. ആ ചർച്ചിന് ഇന്ന് വരെ ആധാരമില്ല, അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമിയിൽ ചർച്ചും ബാറും തോന്നിവാസങ്ങളുമാണ്. ഇതെവിടെ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത് ഫാറൂഖ് കോളേജാണ്. അവരെന്താ ചെയ്തത്? അവരിതിനെ എങ്ങനെയാണ് അവരുടെ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾക്ക് ലഭിച്ച ദാനാധാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ആധാരം ചെയ്തു തരുന്നു എന്നാണ്. ദാനാധാരം അല്ലല്ലോ അത്. വഖഫ് പ്രോപ്പർട്ടി എങ്ങനെയാണ് അത് ദാനം ചെയ്യാൻ പറ്റുന്നത്, അത് വിൽക്കാൻ പറ്റുന്നത്? അന്യായമാണത്, ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ അവരുടെ കയ്യിലുള്ള ഈ സിദ്ദീഖ് സേഠ് എഴുതി കൊടുത്ത ഈ പ്രമാണത്തിലെ 3 സ്ഥലത്ത് അത് വഖഫാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ച ദാനാധാര പ്രകാരം നിങ്ങൾക്ക് വിൽക്കുന്നു എന്നാ പറഞ്ഞു. എന്നിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത രജിസ്ട്രാർ ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഓഫീസറോ തഹസിൽദാരോ ഇതൊക്കെ പോക്കുവരവ് ചെയ്യിപ്പിച്ചിടത്തോ എവിടെയും ആരും ഇതിന്റെ മുന്നാധാരം പരിശോധിക്കുകയോ ഇതിനുള്ള കറപ്ഷൻ കണ്ടെത്തുകയോ അത് തള്ളുകയോ ചെയ്തിട്ടില്ല. ഇവിടെ പ്രതി രണ്ടാമത് സർക്കാരാണ്. അപ്പൊ നമ്മൾ പറയുന്നു, അതേപോലെ തന്നെ ഇതിനെ യഥേഷ്ടം വിറ്റ് കാശുണ്ടാക്കിയ അഡ്വക്കേറ്റ് മൈക്കിളാണ്. അപ്പൊ ഇവരൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവരെല്ലാം സംരക്ഷിക്കുക. അള്ളാഹുവിന്റെ വഖഫ് സ്വത്തിനെ അന്യായമായി വിലക്കി വിറ്റവന്മാരും അതേപോലെ അതിനെല്ലാവിധ ഒത്താശ ചെയ്ത് കാശുണ്ടാക്കിയ അഡ്വക്കേറ്റും അതേപോലെ തന്നെ ഇവർക്ക് ഈ അന്യായമായ നിലയിൽ എഴുതി കൊടുക്കുകയും അത് പാസാക്കി കൊടുക്കുകയും ചെയ്ത വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്ത രാഷ്ട്രീയ പാർട്ടികളും ഇവരെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവർ പറയുന്നു, നേരെ ചൂണ്ടിയിട്ട് പറയുന്നു, അവിടെ കിടക്കുന്ന 600 കുടുംബങ്ങളെ ആട്ടി പുറത്താക്കി അവരുടെ കണ്ണീര് കാണാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന്. ഇസ്ലാമിന്റെ കാരുണ്യമില്ലാത്ത മതമാണ് അല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു സാധനം ഒരു കള്ളൻ കട്ടോണ്ട് പോയി പിന്നീട് കൊള്ള മുതൽ കണ്ടെടുത്തു, അവൻ അത് വെച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അതിന് തിരിച്ചു വാങ്ങിയ അവനവന്റെ ഭാര്യയും കൊച്ചു കുട്ടികളും പട്ടിണിയിലായി പോകും എന്ന് പറയുന്നത് പോലെ വളരെ വളരെ അന്യായവും അശ്ലീലവുമായ ന്യായീകരണങ്ങളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നത്. അദ്ദേഹം ഈ രേഖകൾ പഠിച്ചിട്ടാണോ അല്ലയോ അറിയില്ല. ഈ അന്യായങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന ടീമാണ്. അവരുടെ കയ്യിൽ മുഴുവൻ തെളിവുണ്ട്. അവർ വെല്ലുവിളിക്കുകയാണ്. എന്താണ്? അന്ന് സിദ്ദീഖ് സേഠ് ഇതിനെ ഫറൂഖ് കോളേജിൽ വഖഫ് ചെയ്യുന്നതിന് എഴുതി കൊടുത്തിട്ടുള്ള ആ വഖഫ് ഡീഡ് ആധാരം അത്
കൈമാറി വന്ന 5 പ്രമാണങ്ങൾ, അവസാനം കൈമാറിയിട്ടുള്ള ഈ വസ്തു വാങ്ങിയിട്ടുള്ള ആള് വരെ 5 പ്രമാണങ്ങളുടെ രേഖകൾ മുഴുവൻ പരസ്യമായി പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വഖഫ് സംരക്ഷണ വേദിയുടെ ആളുകളുടെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാരും കാണുന്നില്ല. ഇവരുമായിട്ടൊന്നും ഒരു ചർച്ചയുമില്ല. കാരണം എന്താ? അവരൊന്നും ഒരു പാർട്ടിയിലുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, ഒരു സമുദായ സംഘടന ആളുമില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ചർച്ച നടത്തുക. ആരോടായി ഒരു ചർച്ച നടത്തേണ്ടേ? ഒരു പ്രശ്നം ഉണ്ടാകും. ഇവിടെ സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണോ? നിരുത്തരവാദപരമായിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ്? സമുദായങ്ങൾ തമ്മിലുള്ള ക്ലാഷാണ്? അല്ല, ഇതൊരു ഭൂമിയുടെ കൈവശാവകാശ തർക്കമാണ്. ഒരു ഭൂമിയിൽ വഖഫ് ഭൂമി അന്യായമായി കയ്യേറി അത് തിരിച്ചു പിടിക്കണം. അല്ലാഹുവിന്റെ സ്വത്താണ്. വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വഖഫ് ഭൂമിയാണ്. ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ വഖഫ് ഭൂമിയാണ്. രേഖകളിൽ, പ്രമാണങ്ങളിൽ വഖഫ് ഭൂമിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഹംസ സാഹിബും അതേപോലെ മുക്കം വൈസി വഖഫ് ബോർഡ് മെമ്പറും ഒക്കെ പറഞ്ഞു, ഇത് ഞങ്ങൾ രേഖാമൂലം വഖഫ് സ്വത്താണ്, അതുകൊണ്ടാണ് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തത്. അവർ പറയുന്നതല്ലേ ന്യായം? അപ്പൊ സഹോദരന്മാരെ, ഇവിടെ മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട, മുസ്ലിം സമുദായത്തിനെന്നല്ല ഈ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള ഈ ഭൂസ്വത്തിനെ അന്യായമായി കൈവശപ്പെടുത്താൻ വേണ്ടി കുറെ ലോബികൾ ഇവിടെ ശ്രമിക്കുമ്പോ അതിനിവിടുത്തെ ഭരണവർഗം കൂട്ടുനിൽക്കുന്നു. സമുദായ നേതാക്കൾ വരെയും ആ കൂട്ടത്തിലുണ്ട്. പടച്ചോൻ വിടൂല. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഫാറൂഖ് കോളേജ് ചെയ്ത ദാനാദാനം പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ ഭൂമിയെ നിങ്ങൾക്ക് തരുന്നതാണ്. മറച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വഖഫ് സ്വത്തെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടാണ് വിറ്റിരിക്കുന്നത്. അങ്ങനെ വിറ്റാൽ ഇത് ശരിയാവൂലല്ലോ, വിൽപ്പന ശരിയാവൂലല്ലോ. നീതിപരവും സത്യസന്ധവുമായ വിധി തീർപ്പുകളിൽ ഉണ്ടാവണം. ഇതിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിയായാലും സമുദായ നേതാക്കന്മാരായാലും അന്യ സമുദായ നേതാക്കന്മാരായാലും ക്രൈസ്തവ സഭയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരായാലും അവരൊക്കെ തന്നെ നീതിപരമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ, വികാരങ്ങളല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ട് തീരുമാനമെടുക്കണം. അവർക്ക് അപ്പൊ പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആരാ വഞ്ചിച്ചത്? ഫറൂഖ് കോളേജാണ് അവരെ വഞ്ചിച്ചത്. ഫറൂഖ് കോളേജിൽ നിന്ന് അവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്ത് സമാന്തരമായി അവർക്ക് മറ്റൊരു പ്രോപ്പർട്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു കൊടുക്കണം. അതല്ലേ ന്യായം? സർക്കാരാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഇവരൊക്കെ തന്നെ ആട്ടിയിറക്കാൻ നിങ്ങളുടെ മതം അംഗീകരിക്കോ? ആദ്യത്തെ പ്രശ്നം വഖഫ് സ്വത്ത് വഖഫ് ചെയ്യപ്പെട്ട ആ ഒരവസ്ഥയിൽ പരിരക്ഷിക്കപ്പെടണം. ആ സമുദായത്തിന് വഖഫ് ബോർഡിന് അത് തിരിച്ചു കിട്ടണം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അവിടെ താമസിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ചതിക്കപ്പെട്ടിരിക്കുന്നു. ആ ആളുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? മുന്നാധാരങ്ങൾ അവർ പരിശോധിച്ചിട്ടുണ്ടാവൂലേ? ഇതൊരു കള്ളക്കളി ഒളിച്ചു കടത്തിക്കൊണ്ടല്ലേ അവരും ഇതിന് ചെയ്തിട്ടുള്ളത്, തയ്യാറായിട്ടുള്ളത്, വാങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു വസ്തു വാങ്ങാൻ പോയാൽ അതിന്റെ മുന്നാധാരങ്ങൾ പരിശോധിക്കൂലേ? ഇത് വഖഫ് സ്വത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇതിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് അവരും അറിയുന്നു. എന്നിട്ട് ഇത് വാങ്ങി വെച്ചവൻ സൂത്രപ്പണി ചെയ്തവനാണ്. ശരി, ആയിക്കോട്ടെ, ഇത്രയും കാലമായി അവർ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണം മുടക്കിയിട്ടുണ്ട്, ചെറിയ പണം മുടക്കിയിട്ടുണ്ട്. അവർ വഞ്ചിക്കപ്പെട്ടവരാണ്, അറിയാതെ ചെയ്തവരാണെങ്കിൽ വഞ്ചിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ആനുകൂല്യം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സർക്കാർ പരിരക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് നീതി, ന്യായം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആ വിഷയം കൂടുതൽ നീട്ടി പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അവസ്ഥയും ഇതൊക്കെ അറിയാൻ വേണ്ടി കൂടിയാ പറയും. ഇതൊരു മുനമ്പം വഖഫ് സ്വത്ത് മാത്രമല്ല. ഈ രാജ്യത്ത് പഴയ കാലത്ത്, മുൻകാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ, ഭൂസ്വത്തുള്ള ആളുകളൊക്കെ അവരുടെ മക്കൾക്ക്, തലമുറകൾക്കൊക്കെ ഭുജിക്കാനും അവർക്കൊക്കെ അനുഭവിക്കാൻ വേണ്ടി ആവശ്യം പോലെ ഭൂസ്വത്ത് ബാക്കിയാക്കിയിട്ട്
അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിന് പള്ളികൾ ഉണ്ടാകണം, മദ്രസകൾ ഉണ്ടാകണം, കലാലയങ്ങൾ ഉണ്ടാകണം, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഉണ്ടാകണം, അതുപോലെ തന്നെ വെൽഫെയർ സംവിധാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇസ്ലാമിൽ വഖഫിന് ഭയങ്കര പ്രാധാന്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെയൊക്കെ ആ ഒരു നിർദ്ദേശങ്ങൾ മാനിച്ചിട്ട് സഹാബാക്കളുടെ മാർഗം, മഹാന്മാരുടെയൊക്കെ മാർഗം, അതിനനുസരിച്ച് ആളുകൾ ആവേശത്തോടെ വഖഫ് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് സ്വത്താണ് ഇന്ത്യയിൽ വഖഫ് സ്വത്തായി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. നമ്മളൊക്കെ വിവരം പരിശോധിക്കാൻ വേണ്ടി നോക്കുന്ന ജെമിനിയോ അല്ലെങ്കിൽ ChatGPT അതേപോലുള്ള ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ നിങ്ങളൊന്ന് വെറുതെ ചോദിച്ചു. ഇന്ത്യയിൽ അന്യാധീനപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കൾ സംസ്ഥാനം തിരിച്ചൊരു കണക്ക് തരാമെന്ന് വെച്ചാൽ ദാ വരുന്നു സർക്കാരിന്റെ ഉള്ളിൽ ഓരോ സംസ്ഥാനത്തും. ഇതൊക്കെ ഓരോരുത്തരും പിടിച്ചെടുത്തു വച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പല ഭരണസിരാ കേന്ദ്രങ്ങളും വർക്ക് ചെയ്യുന്നത് അവിടെ. ചിലയിടത്തൊക്കെ ടോയ്ലറ്റുകളാണ്, ചിലയിടത്തൊക്കെ സിനിമാശാലകളാണ്, ചിലയിടത്തൊക്കെ വലിയ ബാർ ഹോട്ടലുകളാണ്, ചിലയിടത്തൊക്കെ വലിയ പുസ്തക കമ്പനികളാണ്. സൗകര്യത്തോടുകൂടി ചൂഷണം ചെയ്ത് പിടിച്ചെടുത്തു വെച്ചിട്ട് എന്താ കാരണം? ഈ സമുദായം കോടിക്കണക്കിനുണ്ട്, പക്ഷേ ഇച്ഛാശക്തിയിലെ വിൽ പവർ. ഈ സമുദായത്തിൽ കുറെ നേതാക്കന്മാരുടെ കോട്ടിട്ട കാക്കാമാര്, അവരൊക്കെ വലിയ ആൾക്കാരായി കസേരകളിലിരിക്കും. കറങ്ങുന്ന കസേരകളിലേക്ക് സമുദായത്തെ നോക്കി പേടിയാക്കും, അല്ലെങ്കിൽ വരച്ച വരയിൽ നടത്തും. ഞാൻ തങ്ങളാണ്, കുത്തുവാണ്, ഷെയ്ഖാണ്, നേതാവാണ്, മന്ത്രിയാണ്. ഈ ബന്ധമാണ്. ഇന്നൊരു ചുക്കൂടെ നടക്കുന്നില്ല സഹോദരൻ. ഈ സമുദായത്തിന്റെ വഖഫ് സ്വത്തുക്കളും അവകാശങ്ങളും നീതിയും അന്യാധീനപ്പെട്ടു പോകുമ്പോ കണ്ടവൻ കയ്യേറുമ്പോ നോക്കി നിൽക്കുന്ന നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. സമുദായത്തെ തല്ലിക്കൊള്ളുമ്പോ, അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോ, പള്ളികൾ ഇടിച്ചു നിരത്തുമ്പോ, മദ്രസകൾ കയ്യേറുമ്പോ, ഇതൊക്കെ ചോദിക്കാൻ പ്രസ്താവന ഇറക്കാൻ പോലും ആരുമില്ല. ഇതിനാണ് അമാനത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ട വിവിധ തരത്തിലുള്ള അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം, അത് നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന. നമസ്കാരം, നോമ്പ് കൽപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അമ്രാണ്, കൽപ്പനയാണ്, അത് ചെയ്യണം. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വല്ല വിധി തീർപ്പ് കൽപ്പിക്കുകയോ പറയുകയോ പ്രസ്താവിക്കുകയോ ചെയ്താൽ നീതിപൂർവ്വം ചെയ്യണം. ഇത് അള്ളാഹു അള്ളാഹ് ഏറ്റവും നല്ല ഉപദേശം തരാ. ഇതൊന്നും വേറെ ആരും തരൂല. കേട്ടോണ്ട് കണ്ടോണ്ടിരിക്കുകയാണ്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ വലിയ അവകാശവാദങ്ങളും നിങ്ങളുടെയൊക്കെ വലിയ തേളക്കൊഴുപ്പുകളും വലിയ താരപരിവേഷത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമലങ്കാരങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. സഹോദര, അന്ന് ഖൈബറിലെ ജൂതന്മാരിൽ നിന്നും നീതിപൂർവ്വം നികുതി ഭരിക്കാൻ പോയ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വർണ്ണാഭരണം കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ട്, അവർക്ക് അനുകൂലമായി കൊടുക്കേണ്ട നികുതിയിൽ, കൊടുക്കേണ്ട അവകാശത്തിൽ ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ വേണ്ടി അവര് ആംഗ്യരൂപേണ അല്ലെങ്കിൽ വ്യംഗ്യമായി സൂചിപ്പിക്കുമ്പോൾ പോലും അതിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ട് നീതിയുടെ പക്ഷത്ത് നിന്നിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും നീതിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇമാമുകളും നമ്മുടെ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള നേതാക്കന്മാരും ഭരണാധിപന്മാരും ഖലീഫമാരും എല്ലാം നീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലനിന്നിട്ടുണ്ടെങ്കിൽ, നമുക്കുമുണ്ട് നേതാക്കന്മാരും പണ്ഡിതന്മാരും. ആരെയും പ്രത്യേകിച്ച് പറയുകയല്ല, നമുക്കുമുണ്ട് നേതാക്കന്മാരും പണ്ഡിതന്മാരും. ഈ സമൂഹത്തിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ, പള്ളികൾ സംരക്ഷിക്കാൻ, മദ്രസകൾ സംരക്ഷിക്കാൻ, മുസ്ലിം ഉമ്മത്തിന്റെ ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കാൻ, അവരുടെ ചിഹ്നങ്ങൾ സംരക്ഷിക്കാൻ, അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മുടെ നേതാക്കന്മാർ. അല്ലാതെ പോയിരുന്നിട്ട് CM എന്ന് പറയുമോ അതുപോലെ തലയാട്ടി കൊടുക്കാനല്ല. ഇവിടെ നിന്ന് കുറെ ജനപ്രതിനിധികൾ അങ്ങ് നിയമസഭയിൽ പോയിരിക്കുന്നുണ്ടെങ്കിൽ
അവിടെ നീതിക്ക് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു മൂക്കിട്ട് ചാവരപ്പിക്കും. നാളെ പടച്ചോൻ പിടിച്ച് കോടതിക്ക് മുമ്പിൽ നിർത്തും. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ അല്ലാഹു അവരെ പിടികൂടും. അതുകൊണ്ട് സഹോദരന്മാരെ, നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ ശബ്ദിച്ചത്. നാടിന്റെ മുഖ്യമന്ത്രി അന്യായം ചെയ്യുന്നു, അദ്ദേഹത്തിന് നേരെയാണ് ഞാൻ എന്റെ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. നമ്മൾ ആരുടെയും കക്ഷിയല്ല. പക്ഷെ ആരന്യായം ചെയ്താലും ആ അനീതിയും അന്യായം തുറന്ന് വിമർശിക്കപ്പെടണം. നിർബന്ധമായി അവരെ കൊണ്ട് തെറ്റിതിരുത്തിപ്പിക്കണം. ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ ആരാണ്? പൊതു സ്വത്തുക്കൾ ചില ആളുകളുടെ കൈകളിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു കാലം വരും. ഉത്തരവാദിത്തങ്ങൾ സൂക്ഷിച്ചേൽപ്പിക്കപ്പെട്ട മുതലുകൾ അത് കൊള്ള മുതലുകളായി, വലിമത്ത് സ്വത്തുക്കളെ പോലെ കൊള്ള മുതലുകളായി കൊണ്ട് നടക്കുവാണ്. ഒരു വലിയ ബാധ്യതയായിട്ട് വിദ്യാഭ്യാസം എന്നത് മതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ, മതം ഒരു ലക്ഷ്യമേ അല്ലാത്ത നിലയിലുള്ള ഒരു വിദ്യാഭ്യാസം വന്നുകൊണ്ടിരിക്കും. പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് അടിമപ്പെടും, അവളെ അനുസരിക്കുന്നവരാകും. ഉമ്മയ്ക്ക് എതിർ പ്രവർത്തിക്കും. കൂട്ടുകാരെ അടുത്തണച്ചു നിർത്തും. അകറ്റി നിർത്തും. പള്ളികളിൽ ശബ്ദങ്ങൾ, കലപിലകൾ, ശബ്ദങ്ങൾ ഉയരും, കോലാഹലങ്ങൾ ഉയരും. ഗോത്രങ്ങളിൽ, സമൂഹങ്ങളിൽ അവരുടെ ഏറ്റവും വലിയ തോന്നിവാസി മഹാഭാവിയായിരിക്കും അവരുടെ നേതാവ്. ജനങ്ങളുടെ നേതാവ് ഏറ്റവും നിന്ദ്യനായി മാറും. ഒരാൾ ആദരിക്കപ്പെടും. എങ്ങനെയാണ്? അവൻ എന്നെ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അവനെ ബഹുമാനിക്കുന്ന അവസ്ഥയുണ്ടാകും. സംഗീത കോലാഹലങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ലഹരി വ്യാപകമായി തീരും. അവസാന സമൂഹം, ആദ്യത്തെ പൂർവികരായ സമൂഹത്തെ 6-ാം നൂറ്റാണ്ടിലെ കാടന്മാരെന്ന് ആക്ഷേപിക്കുന്ന ഒരു കാലം വരും. അപരിഷ്കൃതരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുകയും അവരെ ശപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിത്തീരും. അന്നേരം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ തീക്കാറ്റിനെയോ ഭൂകമ്പത്തെയോ പ്രകൃതി ദുരന്തങ്ങളെയോ പലതരത്തിലുള്ള ശിക്ഷകളെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഖിയാമത്ത് നാളിനെ നമ്മൾ വിളിച്ചു വരുത്താതെ നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, നീതിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ, നീതിന്യായ രംഗത്ത് നീതിപൂർവ്വം വിധികൾ നടപ്പിലാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.